ഹായ് ഓൾ, എല്ലാവർക്കും ഹൈ ഹോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് സിലബസിലെ സ്കെലറ്റൽ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സ് ലഭിക്കുന്നതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബോൺസ് ആൻഡ് കാർട്ടിലേജസ്. ബോൺസും കാർട്ടിലേജും കൂടി ചേർന്നതാണ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം. ഈ ബോൺസും കാർട്ടിലേജും എന്താണ്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ്. ബോൺസും കാർട്ടിലേജും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ചിത്രത്തിൽ നമുക്ക് ബോണും കാർട്ടിലേജും കാണാം. ഈ ബോണിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സെൽസിനിടയിലുള്ളൊരു സ്പേസ് ഇല്ലേ, ആ സ്പേസിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബോണിൻ്റെ മെട്രിക്സ് വളരെ ഹാർഡാണ്, പക്ഷേ കാർട്ടിലേജിൻ്റെ മെട്രിക്സ് വളരെ പ്ലയബിൾ ആണ്. പ്ലയബിൾ മീൻസ് ഫ്ലെക്സിബിൾ ആണ്. എന്താ അതിന് കാരണം? ബോണ് ഹാർഡ് മെട്രിക്സ് ആവാൻ കാരണം അതിൽ കാൽഷ്യം സോൾട്ട് ആണുള്ളത്. അതുപോലെ കാർട്ടിലേജിൻ്റെ മെട്രിക്സ് ഫ്ലെക്സിബിൾ ആക്കാൻ കാരണം ഈ കോൺട്രോയിറ്റിൻ സോൾട്ടിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ അല്ലേ? ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 206 ബോൺസ്. ആകെ 206 ബോൺസ് ആണ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിലുള്ളത്. ഇത് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം നമുക്ക് ആക്സിയൽ സ്കെലട്ടൺ എന്നും എപ്പൻഡിക്കുലർ സ്കെലട്ടൺ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, ആക്സിയൽ സ്കെലട്ടണും അപ്പെൻഡിക്കുലർ സ്കെലട്ടണും കൂടി ചേർന്നതാണ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആക്സിയൽ സ്കെലട്ടൺ നോക്കാം. ആക്സിയൽ സ്കെലട്ടണിൽ ടോട്ടൽ 80 ബോൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഈ ആക്സിയൽ സ്കെലട്ടണിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്കള്ള്, വെർട്ടിബ്രൽ കോളം, സ്റ്റേണം, റിബ്സ്. ചിത്രത്തിൽ നമുക്കിവിടെ സ്കള്ള് കാണാം, അതുപോലെ വെർട്ടിബ്രൽ കോളം കാണാം, സ്റ്റേണം ഉണ്ട്, അതുപോലെ റിബ്സ്. ഇതെല്ലാം കൂടി ചേർന്നതാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉള്ള ബോൺസ് കൂടി ചേർന്നതാണ് ആക്സിയൽ സ്കെലട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്കള്ള് ഡിസ്കസ് ചെയ്യാം. സ്കള്ളിൽ നമുക്ക് ക്രേനിയൽ ബോൺസും കാണാം, അതുപോലെ ഫേഷ്യൽ ബോൺസും കാണാം. ക്രേനിയൽ ബോൺസും ഉണ്ട്, ഫേഷ്യൽ ബോൺസും ഉണ്ട്. ക്രേനിയൽ ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്രേനിയം ഇല്ലേ, നമ്മുടെ ബ്രെയിനിൻ്റെ ഹാർഡായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഔട്ടർ കവറിങ്, ആ ക്രേനിയം നിർമ്മിച്ചിരിക്കുന്നത് 8 ക്രേനിയൽ ബോൺസ് ചേർന്നാണ്. അതുപോലെ നമ്മുടെ സ്കള്ളിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഫേഷ്യൽ ബോൺസും കാണാം. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഈ ഫേഷ്യൽ ബോൺസ് എത്രയുണ്ട്? 14 എണ്ണം. അങ്ങനെ ടോട്ടൽ 22 സ്കൾ ബോൺസ് ആണ് ഉള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഈ ബക്കൽ ക്യാവിറ്റിയുടെ ബേസിലായിട്ട് ഒരു സിംഗിൾ ബോൺ ഉണ്ട്, അതാണ് ഹയോയിഡ് ബോൺ. യു ഷേപ്ഡ് ആയിട്ടുള്ള ബോണാണ് ഈ ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. ഈ ഹയോയിഡ് ബോണും എവിടെ വരുന്നതാണ്? നമ്മുടെ ആക്സിയൽ സ്കെലട്ടണിൽ വരുന്നതാണ്. ഓക്കെ, ചിത്രത്തിൽ നമുക്ക് ഹയോയിഡ് ബോൺ കാണാം. അതുപോലെ നമ്മുടെ ഇയർ ഓസിക്കിൾസ്, ഇയർ ഓസിക്കിൾ എന്ന് പറയുമ്പോൾ മാലീസ്, ഇൻകസ്, സ്റ്റേപ്പീസ്, ഈ 3 എണ്ണം. അങ്ങനെ 2 ഇയറിലുമായിട്ട് 6, 3+3 6 ഇയർ ഓസിക്കിൾസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി വെർട്ടിബ്രൽ കോളത്തിൽ നമ്മുടെ നട്ടലിൽ നമുക്ക് ആകെ 26 ബോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു പോയിന്റ് ഓർക്കുക, ടോട്ടൽ നമുക്കുള്ള വെർട്ടിബ്രേ 33 ആണ്. പക്ഷേ അതിൽ ചില വെർട്ടിബ്രേസ് ഒക്കെ ഫ്യൂസ്ഡ് ആണ്. അതേതാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ അത് ഫ്യൂസ് ആയിരിക്കുന്നതുകൊണ്ട് ടോട്ടൽ ബോൺസ് എത്രയേ ഉള്ളൂ? 26 ഉള്ളൂ. ടോട്ടൽ വെർട്ടിബ്രേ എത്രയാണ്? 33 ആണ്. ഇനി റിബ്സിൽ എത്ര എണ്ണം ഉണ്ട്? 24 ബോൺസ് ഉണ്ട്. അതുപോലെ സ്റ്റേണത്തിൽ ഒരു സിംഗിൾ ബോണും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ആക്സിയൽ സ്കെലട്ടൺ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വെർട്ടിബ്രൽ കോളം നോക്കാം. വെർട്ടിബ്രൽ കോളത്തിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ 33 വെർട്ടിബ്രേ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വെർട്ടിബ്രേ അറ്റ്ലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ ഫങ്ഷൻ? ഇറ്റ് ആർട്ടിക്കുലേറ്റ് വിത്ത് ഓസിപ്പിറ്റൽ കൊണ്ടൈൽസ്. അറ്റ്ലസ് എന്ത് ചെയ്യുന്നു? ഓസിപ്പിറ്റൽ കൊണ്ടൈൽസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഓസിപ്പിറ്റൽ കൊണ്ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കള്ളിനെ നമ്മുടെ വെർട്ടിബ്രൽ കോളവുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന പാർട്ടാണ് ഈ ഓസിപ്പിറ്റൽ കൊണ്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓസിപ്പിറ്റൽ കൊണ്ടൈൽസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഏത് വെർട്ടിബ്രേ ആണ്? ഫസ്റ്റ് വെർട്ടിബ്രേ ആണ്, അറ്റ്ലസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി വെർട്ടിബ്രൽ കോളം ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൽ ടോട്ടൽ 33 വെർട്ടിബ്രേ ഉണ്ട്. അത് നമുക്ക്
5 ഭാഗമായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ 7 വെർട്ടിബ്രേസ് അറിയപ്പെടുന്നത് സെർവിക്കൽ എന്നാണ്. ഓക്കെ, അതിനുശേഷം വരുന്ന വെർട്ടിബ്രയാണ് തൊറാക്സിക് വെർട്ടിബ്രെ, അതിനുശേഷം ലുംബാർ, അതിനുശേഷം സേക്രൽ, അതിനുശേഷം കോക്സിജിയൻ. ഓക്കെ, ടോട്ടൽ 33 വെർട്ടിബ്രേസ് ഉണ്ട്. അത് നമ്മൾ സെർവിക്കൽ, തൊറാസിക്, ലുംബാർ, സേക്രൽ, കോക്സിജിയൽ എന്ന് ഡിവൈഡ് ചെയ്തു. ഇനി സെർവിക്കലിൽ എത്ര വെർട്ടിബ്രെ ഉണ്ട്? 7 എണ്ണം ഉണ്ട്. തൊറാക്സിക്കിൽ 12 എണ്ണം, ലുംബാറിൽ 5 എണ്ണം, സേക്രലിൽ 5 എണ്ണം ഉണ്ട്. പക്ഷെ അത് ഫ്യൂസ്ഡ് ആണ്, അപ്പം നമ്മൾ ഒറ്റയൊരു ബോണായിട്ടാണ് പരിഗണിക്കുക. അതുപോലെ കോക്സിജിയൽ എന്ന് പറയുമ്പം 4 വെർട്ടിബ്രെ ഉണ്ട്, പക്ഷെ ഫ്യൂസ്ഡ് ആണ്, അത് നമ്മൾ ഒരെണ്ണമായിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അതുകൊണ്ട് ടോട്ടൽ ഈ വെർട്ടിബ്രയിൽ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിൽ ബോൺസ് എത്രയാണെന്ന് ചോദിച്ചാൽ 26 ബോൺസേ വരുന്നുള്ളൂ, ഇത് ഫ്യൂസ്ഡ് ആയതുകൊണ്ട്. പക്ഷെ ടോട്ടൽ വെർട്ടിബ്രെ എത്രയാണ്? 33 വെർട്ടിബ്രെ ആണ്. നെക്സ്റ്റ് നമുക്ക് റിബ്സ് നോക്കാം. നമുക്ക് 12 പെയേഴ്സ് ഓഫ് റിബ്സ് അല്ലെങ്കിൽ 24 റിബ്സ് ആണ് ഉള്ളത്. ഈച്ച് റിബ് കണക്റ്റഡ് ഡോർസലി ടു വെർട്ടിബ്രൽ കോളം ആൻഡ് വെൻട്രലി ടു സ്റ്റേണം. നമുക്കറിയാം ഓരോ റിബും ഫ്രണ്ട് സൈഡിൽ സ്റ്റേണവുമായിട്ടും ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളവുമായിട്ടും കണക്റ്റഡ് ആണ്. ഇനി ഇതിൽ ഈ 12 ജോഡി ഉള്ളതിൽ ആദ്യത്തെ 7 പെയേഴ്സിന് നമ്മൾ ട്രൂ റിബ്സ് എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് 7 പെയേഴ്സ് ആണ് ട്രൂ റിബ്സ്. ഇങ്ങനെ ട്രൂ റിബ്സ് എന്ന് വിളിക്കാൻ കാരണം ഇവര് ഫ്രണ്ട് സൈഡിൽ കറക്റ്റായിട്ട് സ്റ്റേണവുമായിട്ടും ബാക്കിൽ വെർട്ടിബ്രൽ കോളവുമായിട്ടും ഹയാലിൻ കാർട്ടിലേജ് വഴി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത വരുന്ന 8, 9, 10 പെയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഫോൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് സൈഡിൽ ഈ 8, 9, 10 പെയേഴ്സ് സ്റ്റേണുമായിട്ടല്ല കണക്ട് ചെയ്യുന്നത്, പക്ഷെ 7ാമത്തെ റിബുമായിട്ട് അല്ലെങ്കിൽ 7ാമത്തെ പെയർ റിബ്സുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യുന്നതും ഹയാലിൻ കാർട്ടിലേജ് തന്നെയാണ്. ഓക്കെ, ബാക്ക് സൈഡിൽ അവർ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നു? വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്ട് ചെയ്യുന്നു. പക്ഷെ ഫ്രണ്ട് സൈഡിൽ ഈ 8, 9, 10 പെയേഴ്സ് 7th പെയറുമായിട്ടാണ് കണക്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവരെ ഫോൾസ് റിബ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് 2 പെയേഴ്സ്, അതായത് 11th ആൻഡ് 12th പെയേഴ്സിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം അത് ഫ്രണ്ടിൽ കണക്റ്റഡ് അല്ല. നമുക്കിവിടെ പിക്ചറിൽ കാണാം അത് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ലാസ്റ്റ് 2 പെയേഴ്സ്, അതായത് 11th ആൻഡ് 12th പെയേഴ്സ് റിബ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡിൽ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ബാക്കിൽ എന്താണ്? വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്റ്റഡുമാണ്. അവരാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് അപ്പെൻഡിക്കുലാർ സ്കെലട്ടൺ ഡിസ്കസ് ചെയ്യാം. അപ്പെൻഡിക്കുലാർ സ്കെലട്ടണിൽ വരുന്നത് നമ്മുടെ ലിംസിലുള്ള ബോൺസും അതുപോലെ ഗേർഡിൽസുമാണ്. ടോട്ടൽ 126 ബോൺസ് ആണ് അപ്പെൻഡിക്കുലാർ സ്കെലട്ടണിൽ ഉള്ളത്. ഫസ്റ്റ് നമുക്ക് പെക്ടോറൽ ഗേർഡിൽ നോക്കാം. പെക്ടോറൽ ഗേർഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഗേർഡിലാണ് പെക്ടോറൽ ഗേർഡിൽ. ഇവിടെ വരുന്നത് ക്ലാവിക്കിളും അതുപോലെ സ്കാപ്യുലയാണ്. ക്ലാവിക്കിള്, സ്കാപ്പുല എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓരോ സൈഡിലും നമുക്ക് എന്ത് കാണാം? ക്ലാവിക്കിലും സ്കാപ്യുലയും കാണാം. ഈ ക്ലാവിക്കിളാണ് നമ്മൾ കോളർ ബോൺസ് എന്നറിയപ്പെടുന്നത്. കോളർ ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിളാണ്. 2 ബോൺസ് ഉണ്ട്. 2 ബോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു സൈഡിൽ ഒരു ബോണ്, മറ്റേ സൈഡിൽ മറ്റൊരു ബോൺ, അങ്ങനെ ടോട്ടലാണ് 2 ബോൺസ് ഉള്ളത്. അതുപോലെ സ്കാപ്യുല എന്താണ്? 2 എണ്ണം ഉണ്ട് ടോട്ടൽ. അത് ഒരു റീജിയണിൽ ഒരു സ്കാപ്യുല, മറ്റേ സൈഡിൽ ഒരു സ്കാപ്യുല. നമ്മുടെ ബോഡിയിൽ ഒരു സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? ഒരു ക്ലാവിക്കിളും ഒരു സ്കാപ്യുലയും കാണാം. ഈ ക്ലാവിക്കിൾ കോളർ ബോൺ എന്നും സ്കാപ്യുല ഷോൾഡർ ബ്ലേഡ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഈ സ്കാപ്യുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ആയിട്ട് ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്ന ബോൺസ് ആണ്. കണ്ടോ, ഇതാണ് സ്കാപ്യുല. ഫ്ലാറ്റ് ആണ്, ട്രയാങ്കുലർ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഈ ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ട് സ്ലെൻഡർ ആയിട്ട് കാണപ്പെടുന്ന ബോണാണ് എന്താണ്? ക്ലാവിക്കിൾ. അതിന് 2 കർവേച്ചർ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു കർവ് ഉണ്ട്, ഇവിടെ ഒരു കർവ് ഉണ്ട്. അങ്ങനെ 2 കർവേച്ചറുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ലോങ് ബോൺസ് ആണ് ക്ലാവിക്കിള്. ഫ്ലാറ്റ് ആയിട്ട് കാണപ്പെടുന്ന ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്ന ബോണാണ് സ്കാപ്യുല.
ഓക്കെ, അത് ഷോൾഡർ ബ്ലേഡ് എന്ന് അറിയപ്പെടുന്നു. എന്താ ഇതിന്റെ ഫങ്ഷൻ? നമുക്കറിയാം ഷോൾഡർ ഗേർഡിലാണ് അല്ലേ, അതായത് നമ്മുടെ ലിംസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇവനാണ്. കണക്ട്സ് ദി അപ്പർ ലിംസ് ടു ദി ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് പ്രൊവൈഡ്സ് അറ്റാച്ച്മെന്റ് പോയിന്റ്സ് ഫോർ മസിൽസ്. കണ്ടോ, നമ്മുടെ ലിംസിനെ ഇവിടെ നമുക്ക് നമ്മുടെ കൈകൾ കാണാം. ഈ കൈകളെ ഈ ആക്സിയൽ സ്കെൽട്ടണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്ലാവിക്കിളും സ്കാപ്യൂലയും ആണ്. ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് അക്രോമിയോൺ ഓഫ് സ്കാപ്യൂല. സ്കാപ്യൂലയുടെ ഇതാണ് സ്കാപ്യൂല. ഈ സ്കാപ്യൂലയുടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ അക്രോമിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്രോമിയോണുമായിട്ടാണ് ആര് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ചിത്രത്തിൽ നമുക്ക് കാണാം, ഇതാണ് ക്ലാവിക്കിള്, ഇതാണ് സ്കാപ്യൂല. അപ്പോൾ ഈ സ്കാപ്യൂലയുടെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് അക്രോമിയോൺ. ഈ അക്രോമിയോണുമായിട്ടാണ് ആര് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ക്ലാവിക്കിൾ. കണ്ടോ, ക്ലാവിക്കിൾ അക്രോമിയോണുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ സോക്കറ്റ് ലൈക്ക് പാർട്ട് ഓഫ് ദി ഷോൾഡർ ബ്ലേഡ്. സ്കാപ്യൂല അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡിന്റെ ഒരു സോക്കറ്റ് പോലെയുള്ള ഒരു പാർട്ടാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ചിത്രത്തിൽ കണ്ടോ ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഏതാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി? ഈ കാണുന്നതാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. സ്കാപ്യൂലയുടെ ഒരു സോക്കറ്റിലേക്ക് പാർട്ടാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഈ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലേക്കാണ് നമ്മുടെ അപ്പർ ആംബോൺ, അതായത് ഹ്യൂമിറസ് വന്നിട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഹ്യൂമിറസ് കാണാം, അല്ലെങ്കിൽ അപ്പർ ആംബോൺ കാണാം. ഇത് വന്നിട്ട് ഫിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഏതുമായിട്ടാണ്? ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലേക്കാണ്. അപ്പോൾ ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ സ്കാപ്യൂലയുടെ ഒരു സോക്കറ്റിലേക്ക് പാർട്ട്, ഒരു കുഴി പോലെയുള്ള ഭാഗമാണ്. ആ ഒരു കുഴിയിലേക്കാണ് നമ്മുടെ ഹ്യൂമിറസ് അല്ലെങ്കിൽ അപ്പർ ആംബോൺ വന്ന് ഫിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് അപ്പർ ലിംസ്, അതായത് നമ്മുടെ ആംസിലെ അതുപോലെ തന്നെ ഹാൻഡ്സിലെ ബോൺസ് നോക്കാം. ഓക്കെ, ഹ്യൂമിറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ആംബോൺ ആണ്. ടോട്ടൽ നമ്മുടെ ഓരോ കയ്യിലും എന്താണ്? ഒരു ആംബോൺ, അപ്പർ ആംബോൺ ആണുള്ളത്. അങ്ങനെ ടോട്ടൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 2 എണ്ണം ഉണ്ട് അല്ലേ. ഇനി അടുത്തതാണ് റേഡിയസ് ആൻഡ് അൾന. റേഡിയസ് ആൻഡ് അൾന ഇവിടെ ചിത്രത്തിൽ കണ്ടോ? റേഡിയസ് ആൻഡ് അൾന എന്ന് പറയുമ്പോൾ ഫോറാം ബോൺ ആണ് ഓൺ ദി തമ്പ് സൈഡ്. ഫോറാം ബോൺ ആണ്. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇനി അൾന എന്ന് പറയുമ്പോൾ റേഡിയസ് ആൻഡ് അൾനയാണ്, രണ്ടും കൂടി കൂട്ടിയിട്ടാണ് എന്തുള്ളത്? ഒരു കയ്യിൽ തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ റേഡിയസ് മാത്രം നോക്കുവാണെങ്കിൽ ടോട്ടൽ എന്താണ്? 2 എണ്ണമാണുള്ളത്. ഇനി അൾനെ നോക്കുവാണെങ്കിൽ ടോട്ടൽ 2 എണ്ണമാണ്. അൾന എന്താണ്? ഫോറാം ബോൺ ഓൺ ദി ലിറ്റിൽ ഫിംഗർ സൈഡ്. ഫോറാംസിലുള്ള 2 ബോൺസ് ആണ് ഈ റേഡിയസ് ആൻഡ് അൾന. ഒരു കയ്യിൽ നമുക്ക് ഒരു റേഡിയസും ഒരു അൾനയും കാണാം. അങ്ങനെ ടോട്ടൽ 2 റേഡിയസും 2 അൾനയാണ് ഉള്ളത്. നമ്മുടെ ലിറ്റിൽ ഫിംഗർ സൈഡിൽ വരുന്ന ഫോറാം ബോൺ ആണ് ഏത്? അൾന എന്ന് പറയുന്നത്. കണ്ടോ, അൾന. ഇനി തമ്പ് സൈഡിൽ, ഇവിടെ തമ്പ് സൈഡിൽ വരുന്ന ഫോറാം ബോൺ ആണ് റേഡിയസ്. ഓക്കെ, അടുത്ത ബോണാണ് കാർപ്പൽസ്. കാർപ്പൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്റ്റ് ബോൺസ് ആണ്. ഈ നമ്മുടെ കൈത്തണ്ടയിൽ വരുന്ന ബോൺസ് ആണ് കാർപ്പൽസ് എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? ഓരോ ഹാൻഡിലും 8 എണ്ണമാണ്. ടോട്ടൽ 16 ബോൺസ് ആണ് ഉള്ളത്. ഇനി മെറ്റാകാർപ്പൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളം കൈ, പാം ബോൺസ് ആണ് മെറ്റാകാർപ്പൽസ്. ഇവിടെ നമുക്ക് കാണാം മെറ്റാകാർപ്പൽസ്. അത് എത്രയാണ് ഉള്ളത്? ഓരോ ഹാൻഡിലും 5 എണ്ണവും, ടോട്ടൽ 10 എണ്ണവുമാണ് ഉള്ളത്. ഇനി ഫലേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്? വിരലുകളാണ്, ഫിംഗർ ബോൺസ് ആണ്. ഓരോ ഹാൻഡിലും 14 എണ്ണവും, ടോട്ടൽ 28 നമ്പറും ഉണ്ട്. ഇനി നമുക്ക് പെൽവിക് ഗർഡിൽ ഡിസ്കസ് ചെയ്യാം. പെൽവിക് ഗർഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പ് ഗർഡിലാണ്, ഹിപ്പ് റീജിയനിൽ വരുന്ന ഗർഡിലാണ് പെൽവിക് ഗർഡിൽ. പെൽവിക് ഗർഡിൽ വരുന്നത് കോക്സൽ ബോൺസ് ആണ്, അല്ലെങ്കിൽ ഹിപ്പ് ബോൺസ് ആണ്. ഈ ഹിപ്പ് ബോൺസ് എന്ന് പറയുമ്പോൾ 2 ലാർജ് ബോൺസ് ആണ്. ഓക്കെ, 2 ലാർജ് ബോൺസ് ആണ് ഈ കോക്സൽ ബോൺസ് അഥവാ ഹിപ്പ് ബോൺസ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, അതായത് ഓരോ കോക്സൽ ബോണും കമ്പോസ് ചെയ്തിരിക്കുന്നത് 3 ഫ്യൂസ്ഡ് പാർട്ട് കൊണ്ടാണ്. അതായത് ഇലിയം, ഇഷിയം, പ്യൂബിസ്. ഈ 3 ബോൺസ് ജോയിൻ ചെയ്തിട്ടാണ് ഓരോ കോക്സൽ ബോൺ ഫോം ചെയ്യുന്നത്. ചിത്രത്തിൽ നമുക്ക് ഇലിയം, അതുപോലെ ഇഷിയം, അതുപോലെ പ്യൂബിസ് ഒക്കെ കാണാം. ഈ 3 ബോൺസും
കൂടി ചേർന്നിട്ടാണ് ഒരു കോക്സൽ ബോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ 2 ലാർജ് കോക്സൽ ബോൺസ് ആണ് നമുക്ക് ഉള്ളത്. അസെറ്റോബുലം എന്താണ്? അസെറ്റോബുലം നോക്കാം. ഈ കോക്സൽ ബോൺസ് ഇല്ലേ, ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്ന് പറഞ്ഞ് ഇത് 3 കൂടി ചേരുന്ന ഭാഗത്ത് വരുന്ന ഒരു ക്യാവിറ്റിയാണ് അസെറ്റോബുലം. ചിത്രത്തിൽ നമുക്ക് ഈ ക്യാവിറ്റി കാണാം, കണ്ടോ? ഈ ഒരു ക്യാവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അസെറ്റോബുലത്തിലേക്കാണ് നമ്മുടെ തൈബോൺ വന്നിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൈബോൺ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാവിറ്റിയാണ് അസെറ്റോബുലം. അസെറ്റോബുലം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഈ 3 കോക്സൽ ബോൺസിന്റെ ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന ഒരു ക്യാവിറ്റിയാണ് അസെറ്റോബുലം. ഈ അസെറ്റോബുലത്തിലേക്കാണ് തൈബോൺ വന്നിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ലോവർ ലിംസിലെ, അതായത് നമ്മുടെ കാലുകളിലെ ബോൺസ് നോക്കാം. ഫീമർ ബോൺ, നമ്മുടെ തൈബോൺ ആണ് ഫീമർ ബോൺ. ആ തൈബോൺ ആണ് നമ്മുടെ അസെറ്റോബുലത്തിലേക്ക് വന്നിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഫീമറിന്റെ പ്രത്യേകത എന്താ? ദ ലോങ്സ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോൺ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ബോണാണ് തൈബോൺ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നമുക്ക് ഫീമർ കാണാം. നെക്സ്റ്റ് ആണ് പെറ്റല്ല. പെറ്റല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിലുള്ള, നമ്മുടെ കാൽമുട്ടിലെ ബോൺ, നീ ക്യാപ്പ് ആണ്. സ്മോൾ ട്രയാങ്കുലർ ബോൺ ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? സ്മോൾ ട്രയാങ്കുലർ ബോൺ ആണ്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ടിബിയ. ടിബിയ എന്ന് പറയുമ്പം നമ്മുടെ ലാർജർ ലോവർ ലെഗ് ബോൺ ആണ്. ലോവർ ലെഗിൽ വരുന്ന വലിയ ബോണാണ് എന്ത്? ടിബിയ എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയ ബോൺ ഉണ്ട്, അതാണ് എന്ത്? ഫിബുല. ഫിബുല മീൻസ് സ്മോളർ ലോവർ ലെഗ് ബോൺ ആണ്. ടിബിയ എന്ന് പറഞ്ഞാൽ ലാർജർ ലോവർ ലെഗ് ബോൺ ആണ്. ഓക്കെ, ഇനി ടിബിയ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഫിബുല ടോട്ടൽ 2 എണ്ണം ഉണ്ട്. ഇനി ടാർസൽസ് എന്ന് പറയുമ്പം ആംഗിൾ ബോൺസ് ആണ്. ടോട്ടൽ 14 ആണ്. അതായത് ഓരോ കാലിലും 7 എണ്ണം വെച്ചിട്ട്. ഇനി മെറ്റാ ടാർസൽസ് എന്ന് പറയുമ്പോൾ ഫൂട്ട് ബോൺസ് ആണ്. ഓരോ കാലിലും 5 എണ്ണവും. അങ്ങനെ ടോട്ടൽ 10 മെറ്റാ ടാർസൽസ് ആണ് ഉള്ളത്. ഇനി ഫലീഞ്ചസ് എത്രയുണ്ട്? ഓരോ ഫൂട്ടിലും 14 എണ്ണവും. ടോട്ടൽ 28 എണ്ണവുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്